ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ സൂപ്പർ 8ന്റെ ആ ഒരു യോഗ്യതയ്ക്ക് ഒരു വിജയം മാത്രം അകലെ നിൽക്കുകയാണല്ലോ നമ്മുടെ ടീം ഇന്ത്യ. കളിച്ച 2 കളികളിലും അവർ വിജയിച്ചിട്ടുണ്ട്. നാളെ ഇന്ത്യ vs USA തമ്മിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം USA വിജയക്കുതിപ്പിൽ വരുന്ന ടീമാണ്. ഇതുവരെ ഒരു കളിയും അവരും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ഒരു കിടിലൻ പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളത്തെ ഇന്ത്യ vs USA തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് സൂപ്പർ 8ലേക്കുള്ള ടിക്കറ്റ് വാങ്ങാൻ പറ്റും. എന്തായാലും മറുഭാഗത്ത് അമേരിക്കയുടെയും സാഹചര്യം സമാനം തന്നെയാണ്. 2 തുടർ വിജയങ്ങളുമായി എത്തുന്ന അവർക്ക് ഇന്ത്യയെ അട്ടിമറിക്കാൻ സാധിക്കുകയാണെങ്കിൽ സൂപ്പർ 8ലേക്ക് അവർ മുന്നേറി ചരിത്രം കുറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം പാകിസ്ഥാനെ വരെ അട്ടിമറിച്ചുകൊണ്ടാണ് US വരുന്നത്. പക്ഷേ നാളെ അവർ ഏറ്റുമുട്ടേണ്ടത് ഇന്ത്യയോടാണ്, അതെ ഇന്ത്യൻ ടീമിനോടാണ്. ഇന്ത്യയെ അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത അട്ടിമറി തന്നെയാവും. അതെന്തായാലും തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം USA സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും നാളെ USAക്കെതിരെ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണിത്. നമുക്കറിയാം കഴിഞ്ഞ 2 മത്സരങ്ങളിലും ടീം ഇന്ത്യ കിടിലൻ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഇന്ത്യയുടെ ആ ഒരു ബാറ്റിംഗ് നിരയുടെ പ്രകടനം അത്ര മികച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം നിലവിൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ 2 കളികളിലും അയർലൻഡിനെയും അതുപോലെ തന്നെ പാകിസ്ഥാനെയും തകർത്തുകൊണ്ടാണ് ടീം ഇന്ത്യ വരുന്നത്. അതുകൊണ്ട് തന്നെ അതേ ആ ഒരു വിന്നിംഗ് 11 വെച്ചുകൊണ്ട് തന്നെ അതേ ആ ഒരു വിന്നിംഗ് സ്ട്രീക്ക് വെച്ചുകൊണ്ട് തന്നെ ടീം ഇന്ത്യ നാളെ USAക്കെതിരെയും ഇറങ്ങണമെന്നുള്ള അഭിപ്രായപ്പെടുന്ന ആളുകളെയും കാണുന്നുണ്ട്. പക്ഷേ ടീം ഇന്ത്യയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. അങ്ങനെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ ആ ഒരു പ്രോബബിൾ 11 സാധ്യത 11 എങ്ങനെയായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇതൊരു സാധ്യത 11 ആണ്. ഇങ്ങനെ തന്നെ നാളെ USAക്കെതിരെ ടീം ഇന്ത്യ ഇറങ്ങുമെന്ന് നമുക്കിപ്പോൾ 100% ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പുറത്തു വരുന്ന ക്രിക്കറ്റ് സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ടീം ഇന്ത്യ ഇറങ്ങാനുള്ള സാധ്യതകളാണ് നിലവിൽ നമ്മൾ കാണുന്നത്. എന്തായാലും ഓപ്പണിംഗിൽ മാറ്റം ഉണ്ടാകുമോ? നമുക്കറിയാം നിലവിൽ രോഹിത് ശർമ്മയും അതുപോലെ വിരാട് കോഹ്ലിയുമാണല്ലോ ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങുന്നത്. യശസ്വി ജയ്സ്വാളിന് നാളെ അവസരം ലഭിക്കുമോ? അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, നമുക്കറിയാം കഴിഞ്ഞ 2 മത്സരത്തിലും വിരാട് കോഹ്ലിയാണല്ലോ ഓപ്പണിംഗിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിനാണെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയെ 1 ഡൗൺ ആയിട്ട് 3ാം നമ്പറിൽ ഇറക്കിയിട്ട് ജയ്സ്വാളിനെ രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പണിംഗിൽ ഇറക്കി കൂടെയെന്ന് സംശയിക്കുന്നവരുണ്ടാവും. അതിനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം നിലവിൽ ഋഷഭ് പന്താണല്ലോ 3ാം നമ്പറിൽ കളിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ ഒരു മികച്ച പ്രകടനം എന്ന കാഴ്ച വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പന്തിനെ മാറ്റിക്കൊണ്ട് അവിടെ വിരാട് കോഹ്ലിയെ റീപ്ലേസ് ചെയ്യുമോ? സാധ്യത കുറവാണ്. കോഹ്ലി നാളെ ഓപ്പണിംഗിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജയ്സ്വാളിന് അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ജയ്സ്വാളിനെ ഓപ്പണിംഗിൽ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി 1 ഡൗൺ ആയിട്ട് ഇറങ്ങേണ്ടി വരും. ഋഷഭ് പന്താണെങ്കിൽ 4ാം നമ്പറിലോ അല്ലെങ്കിൽ 5ാം നമ്പറിലോ ഒക്കെ കളിക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഇറക്കുകയാണെങ്കിൽ താരങ്ങളുടെ പൊസിഷനിങ്ങിൽ വല്ലാത്തൊരു മാറ്റം തന്നെ സംഭവിച്ചു പോകും. അതുകൊണ്ട് തന്നെ 2 കളികളിലും തുടർച്ചയായിട്ട് വിജയിച്ചു വരുന്ന USAക്കെതിരെ ഇന്ത്യൻ ടീം അത്തരത്തിലൊരു റിസ്ക് എടുക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇരു ടീമുകളും വിജയക്കുതിപ്പിന്റെ ആവേശത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം കൂടി വിജയിച്ചുകൊണ്ട് സൂപ്പർ 8ലേക്കുള്ള യോഗ്യത ഉറപ്പിക്കണം എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും ഇന്ത്യക്കും USAക്കും ഒരേപോലെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യ നാളത്തെ ആ ഒരു USAക്കെതിരെയുള്ള മത്സരത്തിൽ ആ ഒരു വിന്നിംഗ് 11ൽ പാകിസ്ഥാനെതിരെയും അയർലൻഡിനെതിരെയും കളിച്ചിട്ടുള്ള ആ ഒരു 11ൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കുറവാണ്. നമുക്കറിയാം അയർലൻഡിനെതിരെ കളിച്ചിട്ടുള്ള അതേ 11 വെച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെയും ടീം ഇന്ത്യ കളിച്ചിട്ടുള്ളത്. പക്ഷേ നാളെ USAക്കെതിരെ ഇറങ്ങുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അത് വേറൊന്നുമല്ല, ശിവം ദുബൈക്ക് പകരം സഞ്ജു സാംസൺ കളിക്കും. അതിനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരത്തിലും ദുബൈക്ക് മികവ് കാട്ടാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ടീം ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലാണ് ശിവൻ ദുബൈയെ പരിഗണിക്കുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഒരു പന്ത് പോലും എറിയാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ശിവൻ ദുബൈക്ക് പകരം ബാറ്റിംഗിൽ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി സഞ്ജു സാംസണിനെ ഇറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ഇന്ത്യ vs USA തമ്മിലുള്ള നാളത്തെ ഒരു കിടിലൻ പോരാട്ടത്തിനായി തന്നെ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.